നമസ്കാരം. വിജിലൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മുടെ ഒപ്പം ഉള്ളത് കേരളത്തിലെ മുൻ DGP ശ്രീ ജേക്കബ് തോമസ് IPS. സാർ നമസ്കാരം. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എല്ലാ വട്ടവും ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രവാസികാര്യ വകുപ്പിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവാസികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുള്ളത്? പ്രവാസികൾ കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഇങ്ങനെയൊരു വകുപ്പും ആ വകുപ്പിൻ്റെ പരിപാടികളുമൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്നത് നോർക്ക റൂട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവാസികൾക്ക് ഉള്ള എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ ഉതകുന്ന പരിപാടികളും പദ്ധതികളുമൊക്കെ നടപ്പാക്കുന്ന ഒരു പരിപാടിയാണ്. പ്രവാസി വെൽഫെയർ ബോർഡുണ്ട്, പ്രവാസി വെൽഫെയർ ഫണ്ടുണ്ട്, അതുപോലെ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് പെൻഷൻ സ്കീമുണ്ട്, അതുപോലെ പ്രവാസികൾക്ക് വേണ്ടി ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ പ്രവാസികൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു മുൻഗണനാക്രമത്തിൽ അവരുടെ കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ഇപ്പം ഒരു കൊറോണ വന്ന സമയത്ത് അവരെ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കുക, ഇങ്ങനെ വരേണ്ടവർക്ക് അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ച് എന്തൊക്കെയാണ്. അപ്പം ഉക്രൈനിൽ യുദ്ധം ഉണ്ടായപ്പോഴത്തേനും അവിടെയുള്ള പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ചൈനയിൽ എന്തെങ്കിലും പ്രശ്നം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക കൊറോണ സമയത്തൊക്കെ. അപ്പോൾ അങ്ങനെ പ്രവാസികൾക്ക് ഓരോ സമയങ്ങളിലുമുള്ള അല്ലെ ഓരോ രാജ്യത്തെ പ്രത്യേകതകൾ അനുസരിച്ചുണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇസ്രായേലും അവിടെ യുദ്ധം ഉണ്ടായപ്പോഴത്തേക്ക് ഇസ്രായേൽ പഠിക്കുന്ന കുട്ടികൾ അവിടെ ജോലി ചെയ്യുന്നവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള താല്പര്യം അവർ. അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങൾ മുൻഗണനയോട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു നേതൃത്വം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് ചെയ്യുന്നത്. പ്രവാസികളുടെ എന്ത് കാര്യവും എന്ത് ആഗ്രഹവും എന്ത് പ്രശ്നവും അത് കൈകാര്യം ചെയ്യുന്നതിൽ വേണ്ടിയാണ് ഈ ഒരു പ്രത്യേക വകുപ്പ്. പ്രവാസികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പ്രവാസികൾക്ക് പലവിധ ആവശ്യങ്ങളുണ്ട്. പ്രധാനമായിട്ടും അവരുടെ ഒരു ആവശ്യമെന്ന് പറയുന്നത് അവർ പുറത്താണല്ലോ. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടാവണം. അതാണ് അവരുടെ ഒരു പ്രധാന ഒരു ആഗ്രഹം. ജനറലായിട്ട് എല്ലാ പ്രവാസികൾക്കും അവരുടെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സുരക്ഷിതത്വം ഉണ്ടാവണം. വീട്ടിൽ കള്ളം കയറാൻ പാടില്ല, പിടിച്ചു പറിക്കാൻ പാടില്ല. അതുപോലെ ഇപ്പോൾ ഒരു ആണാണ് ഒരു കുവൈറ്റിലാണ് മറ്റോ ജോലി ചെയ്യുന്നെങ്കിൽ ഇപ്പം വീട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉണ്ടാവണം. അവിടെ വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അവരുടെ സ്ഥലം കയ്യേറാൻ പാടില്ല. അവരുടെ സ്വത്തിന് സംരക്ഷണം ഉണ്ടാവണം. ഒന്ന് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ജീവനും അവരുടെ വീട്ടിലെ സാധനങ്ങൾ മോഷ്ടിച്ച് പോകാതിരിക്കാനൊക്കെയുള്ള സുരക്ഷിതത്വം. രണ്ടാമത് അവരുടെ സ്വത്തിന് സുരക്ഷിതത്വം. അവർ തിരിച്ചു വരുമ്പോഴത്തേനും അവരുടെ വേലി പൊളിഞ്ഞെടുക്കാൻ പാടില്ല, ആരെങ്കിലും കയ്യേറി അവിടെ കുടിൽ കെട്ടിയിട്ടുണ്ടാകാൻ പാടില്ല, അല്ലെ വേറെ വല്ലവരും കൃഷി ചെയ്തിട്ടുണ്ടാകാൻ പാടില്ല. അതിന് സുരക്ഷിതത്വം ഉണ്ടാവണം. ഇനി അതാണ് പ്രധാനമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ. ഇനി അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് ഉടനെ ഇവിടെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ടും അതിനുള്ള ലീഗൽ എയ്ഡ് നൽകാൻ നോർക്ക ലീഗൽ എയ്ഡൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് അതിനുള്ള സഹായങ്ങൾ ലഭ്യമാക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വിളിക്കാനവരുടെ 24/7 നമുക്കിവിടെ കോൾ സെൻ്ററുണ്ട് പ്രവാസികാര്യ വകുപ്പ് നോർക്കയുടെ ഇതിൽ. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എവിടെ ഉണ്ടെങ്കിലും ഏത് സമയത്തും വിളിച്ച് പറയാം എന്നുള്ളൊരിടം അതവരുടെ ഒരു ആവശ്യം തന്നെയാണ്. ഇനി ആരെങ്കിലും അവിടെ മരിച്ചു കഴിഞ്ഞാൽ അവിടെ പെട്ടെന്ന് അടിയന്തരമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. പിന്നെ നിരന്തരമായിട്ട് അവരുടെ പ്രശ്നമാണ് അവരുടെ യാത്രയുടെ ഫ്ലൈറ്റ് ചാർജ് കൂടുതലാണെന്നുള്ളത്. അതിനെതിരെ പ്രവാസികൾ ഹൈക്കോടതി വരെ ചില കാര്യങ്ങൾ സമീപിച്ചിട്ടുണ്ട്. ഒന്ന്, അവിടെ വെക്കേഷൻ ആകുന്ന സമയത്ത് ഫ്ലൈറ്റ് ചാർജ് ഭയങ്കരമായിട്ട് കൂടും. അപ്പം അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ബഹുമുഖമായ കാര്യങ്ങളുണ്ട്. പക്ഷേ ജനറലായിട്ട് സുരക്ഷിതത്വം വീട്ടിലുള്ളവർക്ക് നാട്ടിലുള്ളവർക്ക് അവരുടെ ഇതിനൊക്കെയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഓരോരോ സാഹചര്യങ്ങളനുസരിച്ച് രാജ്യങ്ങളനുസരിച്ച് മാറുന്ന കാര്യങ്ങളാണ്. പ്രവാസികൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ ചെയ്തു കൊടുക്കാറുള്ളത്? പ്രവാസികളെന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രവാസികൾ നമ്മൾ ഇവിടുത്തെ ഒരു പ്രവാസികാര്യ വകുപ്പ്, അതുപോലെ ഇന്ത്യയിലും അതുപോലെ തന്നെ പ്രവാസികൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം പഞ്ചാബിൽ നിന്ന് കുറേയധികം ആളുകൾ കാനഡയിലുണ്ട്. കാനഡിയൻ പാർലമെൻറ്റിൽ തന്നെ 18 MP തന്നെ സിഖുകാരാണ്, ഇന്ത്യൻ വംശജരായ ആൾക്കാരുണ്ട്. അതുപോലെ അമേരിക്കയിലും അറിയാമല്ലോ ഇന്ത്യൻ വംശജരായവർ പല മേഖലകളിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലൻഡിലുണ്ട്. അപ്പോൾ ഈ പ്രവാസികൾ
ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 185 ലക്ഷത്തോളം ആൾക്കാരെ മറ്റാണുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും അധികം 35 ലക്ഷത്തോളം UAE-യിൽ, 27 ലക്ഷം USA-യിൽ, 25 ലക്ഷം സൗദി അറേബ്യയിൽ, പിന്നെ മറ്റ് രാജ്യങ്ങളിലാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഈ പ്രവാസികൾക്ക് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു കാര്യത്തിൽ കൂടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, ഒരു പ്രവാസികാര്യ ദിനമെന്ന് പറഞ്ഞ ഒരു ദിനം നമ്മൾ കൊണ്ടാടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 17ാമത്തെ അത് ഭോപ്പാലിൽ വെച്ചിട്ടായിരുന്നു. അന്ന് പ്രധാനമന്ത്രി ആ പ്രവാസികാര്യ ദിനത്തിൽ പങ്കെടുത്ത് മറ്റ് രാജ്യങ്ങളിലെ ആളുകളും ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലെ ആളുകളും പ്രവാസികളെ ഒക്കെ വിളിച്ചിട്ട് പ്രവാസികാര്യ ദിനം ഇന്ത്യയിൽ വെച്ചിട്ട് ഭോപ്പാലിൽ വെച്ചിട്ട് ഓരോ പ്രാവശ്യം മാറും. കഴിഞ്ഞ പ്രാവശ്യം 17ാമത്തെ ആയിരുന്നു. അപ്പോൾ അതിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, ഈ പ്രവാസികൾ ഇന്ത്യയുടെ അംബാസിഡേഴ്സാണ് മറ്റ് രാജ്യങ്ങളിൽ. അപ്പോൾ ഇന്ത്യയുടെ അംബാസിഡറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രവാസികാര്യ വകുപ്പ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുമെന്നുള്ളതാണല്ലോ നമുക്ക് അതിൻ്റെ ഒരു മറുസൈഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയുടെ അംബാസിഡറായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി ഈ ഒരു ഉദ്യോഗസ്ഥർ അംബാസിഡർ എന്ന് പറഞ്ഞ എംബസിയിലുണ്ട്. അതിൽ പക്ഷേ ഓരോ പ്രവാസിയും ഇന്ത്യയുടെ അംബാസിഡേഴ്സാണ്. അപ്പോൾ അവർ അവിടെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്ക് നല്ലതാണ്. അവരവിടെ ഏതെങ്കിലും ക്രൈമിലും ഒക്കെ പെട്ട് അടിപിടി കേസിലോ മറ്റു കേസുകളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ, തട്ടിപ്പ് കേസുകളൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് നല്ലതല്ല. അപ്പോൾ ഇന്ത്യയുടെ അംബാസിഡേഴ്സാണ് അവർ എന്നുള്ളൊരു ഉത്തരവാദിത്വം അവർ ചെയ്യുമ്പോൾ അത് നിർവഹിക്കാനുള്ള എല്ലാവിധ സഹായവും പ്രവാസികാര്യ വകുപ്പ് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി അന്ന് പറഞ്ഞത്. അതുപോലെ നമ്മളുടെ യോഗ, ആയുർവേദ അത് പ്രചരിപ്പിക്കുക, അതുപോലെ നമ്മളുടെ കൈത്തറിയും കോട്ടണും പ്രചരിപ്പിക്കുക, നമ്മളുടെ മില്ലറ്റ്സ് പ്രചരിപ്പിക്കുക, അതുപോലെ അവിടെയുള്ള ആൾക്കാർ ഇന്ത്യയിലേക്ക്, നാട്ടിലേക്ക് ടൂറിസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി വരാൻ വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഗൈഡൻസ് കൊടുക്കുക. അതുപോലെ ഇന്ത്യ ഇപ്പോൾ ഒരു ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ 5ാം സ്ഥാനത്തെത്തി. അത് 3ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിലുമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ പ്രവാസികൾ അവിടെയുള്ള ആളുകാർ അപ്പോൾ കൂടുതൽ ഇന്ത്യയെ പറ്റി ചോദിക്കുമല്ലോ. കാരണം ഇന്ത്യ കൂടുതൽ സാമ്പത്തികമായിട്ട് മുന്നേറുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ മറ്റ് രാജ്യങ്ങളുണ്ടാകാം. അപ്പോൾ അവരെ ഒരു മോട്ടിവേറ്റ് ചെയ്യുക, അവർക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇവിടുന്ന് പോയിട്ടുള്ള പ്രവാസികൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മോട്ടിവേഷൻ കൊടുക്കുക. അങ്ങനെ അതുപോലെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയും ഒക്കെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അതിനുള്ള ഇൻഫർമേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത്, അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത്, അത് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ പ്രവാസികാര്യ വകുപ്പ് ആക്ച്വലി എന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ അംബാസിഡേഴ്സായിട്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അംബാസിഡേഴ്സായിട്ട് പ്രവർത്തിക്കാൻ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രവാസികളെ അതിന് പ്രാപ്തരാക്കണം. അതിനുള്ള ഒരു ശാക്തീകരണം, അതിനുള്ളൊരു കപ്പാസിറ്റി ബിൽഡിങ്, അതാണ് നമ്മൾ പ്രവാസികാര്യ വകുപ്പ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അതുപോലെ കേരളത്തിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്താൻ വേണ്ടിയുള്ളൊരു ഗൈഡൻസ് നമ്മുടെ അംബാസിഡേഴ്സായിട്ട് നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാർ ഓരോ രാജ്യങ്ങളിലുണ്ടല്ലോ. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും നമ്മുടെ ആൾക്കാരുണ്ടെന്ന് പറയും. മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്. USA-ലുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, കുവൈറ്റിലുണ്ട്, സൗദി അറേബ്യയിലുണ്ട്, UAE-ലുണ്ട്, തായ്ലൻഡിലുണ്ട്, സ്വിറ്റ്സർലൻഡിലുണ്ട്, UK-ലുണ്ട്, ജർമ്മനി, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ ഇന്ത്യ ഇങ്ങനെ വളർന്നു വരികയാണെങ്കിൽ വളർന്നു വരുന്ന സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാകാം. അപ്പോൾ അങ്ങനെ ക്യൂരിയോസിറ്റി ഉള്ളവരുണ്ടോ, ഇന്ത്യയെപ്പറ്റി കൂടുതൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ എത്തിക്കുക. കേരളത്തിലേക്ക് കൂടുതൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഗൈഡ് ചെയ്യുക. നമ്മുടെ സാംസ്കാരിക കൾച്ചറൽ സർക്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് വരാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ പറയാൻ വേണ്ടിയുള്ള ഒരു ശാക്തീകരണം, കപ്പാസിറ്റി ബിൽഡിങ്, അതിനുള്ള വിവരങ്ങൾ നൽകുക, അതൊക്കെയാണ് പ്രവാസികാര്യ വകുപ്പ് ചെയ്യേണ്ടത്. അത് പല വിധത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് മന്ത്രിമാർ സാംസ്കാരിക സമ്മേളനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട്. ചടങ്ങുകൾ വിളിക്കുമ്പോൾ പോയി പ്രസംഗിക്കാറുണ്ട്. പക്ഷേ അതിൽ കൂടെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ പ്രവാസികാര്യ വകുപ്പിൻ്റെ ഒരു നല്ല പ്രവർത്തനമായിട്ടത് മാറും. പ്രവാസികളുടെ മക്കൾ ഇന്ത്യയിലേക്ക് വരുമോ? പ്രവാസികളുടെ മക്കൾ സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്നത് പലപ്പോഴും ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ പ്രവാസികളെ നമുക്ക് രണ്ട് വിധത്തിൽ വേണമെങ്കിൽ തരംതിരിക്കാം. ഒന്ന്, ഇസ്ലാമിക രാജ്യങ്ങളിലുള്ള പ്രവാസികൾ. കാരണം അവർക്കവിടെ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിക്കാനോ വീട് വാങ്ങിക്കാനോ പറ്റത്തില്ല. അവിടെ ഒരു ബിസിനസ് തുടങ്ങണേലും 51% അറബി
ഷെയർ ഹോൾഡർ ആയിരിക്കണം, 49% നമുക്ക് പറ്റുള്ളൂ. ഒരു സ്കൂൾ തുടങ്ങണമെങ്കിലും ബിസിനസ് തുടങ്ങണമെങ്കിലും ഒരു ചെറിയ പച്ചക്കറി കട തുടങ്ങണമെങ്കിലും ഒക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ രാജ്യങ്ങളിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ സ്ഥിരമായിട്ട് വീട് വാങ്ങാനോ വിൽക്കാനോ സ്ഥലം വാങ്ങാനോ ഒരു സ്ഥിരത ഒന്നും പറഞ്ഞുണ്ടാവണമെന്നില്ല. പക്ഷേ മറ്റ് ഈ അറബിക ഇസ്ലാമിക രാജ്യങ്ങൾ അല്ലാത്ത കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യമുള്ള എല്ലാ രാജ്യക്കാർക്കും തുല്യ പരിഗണന സിറ്റിസൺ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന അവിടെ വീട് വാങ്ങിക്കാനും എന്ത് ജോലി ചെയ്യാനും എവിടെ യാത്ര ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യങ്ങളിലുള്ളവർ ഇങ്ങോട്ട് വരണമെന്നില്ല. അല്ലാത്തവർ അവരുടെ കുട്ടികൾ തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് വരണമല്ലോ ഇങ്ങോട്ട്. കാരണം അവർക്ക് അവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ കുട്ടികളെ നേരത്തെ തന്നെ ഇവിടെ വിട്ട് പഠിപ്പിച്ച് അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചറിലേക്ക് തന്നെ ആകുകയും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജോലികളിലേക്ക് ആകാൻ പറ്റുമെങ്കിൽ ആകുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളുണ്ട്. ഈവൻ ഇപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ പോലും കുട്ടികളെ ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് മെഡിസിനും എഞ്ചിനീയറിംഗും ഒക്കെ വിടുന്നവരുണ്ട്. കാരണം ഇവിടെ ചിലവ് കുറവായതുകൊണ്ടാണ്. നമ്മുടെ ഇവിടെ അവിടുത്തെ അത്രയും ചിലവില്ല. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഇപ്പം എനിക്കറിയാം ചില പല്ലിന് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വരും. കാരണം ഇവിടെ ചിലവ് വളരെ കുറവാണ്. അപ്പോയിൻമെൻറ്റ് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ US ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ കുറേ മാസങ്ങൾ പിടിച്ചേക്കാം. ഒരു ചികിത്സയ്ക്കാണ് ഡോക്ടറെ കാണണമെങ്കിൽ അപ്പോയിൻമെൻറ്റിന് താമസിക്കാം. അപ്പോൾ ഇവിടെ ചികിത്സയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ കുട്ടികൾ അവരുടെ ബന്ധുക്കളെ കാണാൻ വേണ്ടി വരുന്ന ഒരു പരിപാടി ചില രാജ്യങ്ങളിലുള്ളവർ ചില മാതാപിതാക്കളൊക്കെ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടുത്തെ ഉത്സവം, ഇവിടുത്തെ നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു കണക്ഷൻ, നമ്മളുടെ ഒരു മൂല്യങ്ങൾ അവർ സ്വായത്തമാക്കാൻ വേണ്ടി ഇവിടുത്തെ ഉത്സവങ്ങൾക്കും ഇവിടുത്തെ മറ്റ് ഫെയറുകൾക്കും അതുപോലെ ഇവിടുത്തെ കൾച്ചറൽ സർക്യൂട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള കുട്ടികളെ അയക്കുന്ന അല്ലെ കുട്ടികളുടെ മാതാപിതാക്കളും വരുന്ന പ്രവാസികൾ കുറേയധികമുണ്ട്. പിന്നെ കുട്ടികളൊരു ഒരു സ്റ്റേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രവാസികളെല്ലാവരും തന്നെ കുട്ടികളുമൊത്ത് ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിലേക്ക് പോയി ഇവിടുത്തെ മൂല്യങ്ങളിൽ ജീവിക്കുന്ന കൾച്ചറിൽ ജീവിക്കുന്ന പ്രവാസികളുമുണ്ട്. പക്ഷേ കുട്ടികളെ ഇങ്ങോട്ട് അയക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയക്കുന്നവരുണ്ട്, പഠിക്കാൻ വേണ്ടി അയക്കുന്നവരുണ്ട്, പിന്നെ ബന്ധുക്കളെ കാണാൻ വേണ്ടി അയക്കുന്നവരുണ്ട്, കൾച്ചർ മൂല്യങ്ങൾ സ്വായത്തമാക്കാൻ വേണ്ടി അയക്കുന്നവരുണ്ട്. അപ്പോൾ അത് ജനറലായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി അയക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടുതലും വരുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ തന്നെ പഠിക്കാൻ വേണ്ടി തന്നെ അങ്ങോട്ട് പോവുകയാണല്ലോ. അങ്ങനത്തെ ഒരു ട്രെൻഡും കൂടി വരുന്നുണ്ട്. അത് പക്ഷേ എപ്പോൾ വേണേൽ മാറി വരാം. കാരണം കൂടുതൽ ഒരു രാജ്യത്ത് ഏതെങ്കിലും രാജ്യത്തുള്ള ആളുകൾ വരുമ്പോഴത്തേക്കും ആ രാജ്യത്തുള്ളവർ അതിനൊരു ചെറിയ ഒരു എന്താ പറയുക അനിഷ്ടം കാണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചുള്ള ട്രെൻഡും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രവാസികൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ? പ്രവാസികൾക്ക് അവരിപ്പോൾ ജോലി ചെയ്യുന്ന രാജ്യത്തെ രാഷ്ട്രീയ സ്വാധീനമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് രാജ്യങ്ങളെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരു കുവൈത്ത് പോലത്തെ ഒരു രാജ്യത്ത് അവർക്ക് രാഷ്ട്രീയ സ്വാധീനമൊന്നും അധികം ഉണ്ടാവണമെന്നില്ല. കാരണം അവിടെ ഒരു കുടുംബ വാഴ്ച ആണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ സൗദി അറേബ്യയിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടാവണമെന്നില്ല. ഒമാനിലുണ്ടാവണമെന്നില്ല രാഷ്ട്രീയ സ്വാധീനം. അതേസമയം അമേരിക്കയിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാം, കാനഡയിലുണ്ടാകാം, ന്യൂസിലൻഡിലുണ്ടാകാം. അതുപോലെ അങ്ങനെ ഡെമോക്രാറ്റിക് ജനാധിപത്യ രാജ്യങ്ങളിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാകാം. ഇനി തിരിച്ച് ഇന്ത്യയിൽ പ്രവാസികൾക്ക്, ഇപ്പോൾ കേരളത്തിൽ പ്രവാസികൾക്ക് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ വരുന്ന സമയത്ത് പ്രവാസികളുമായിട്ട് ബന്ധപ്പെടുകയും പ്രവാസികൾ അവരുടെ നാട്ടിലെ ബന്ധുക്കളെ വിളിച്ച് ഇന്ന സ്ഥാനാർത്ഥിയാണ് നല്ലത്, ഇന്ന പാർട്ടിയാണ് നല്ലത് എന്ന് പറയുമ്പോൾ കൂടുതലൊരു ഒരു 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 സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പല രാഷ്ട്രീയ പാർട്ടികളും പല സ്ഥാനാർത്ഥികളൊക്കെ അത് പ്രയോഗിക്കുന്നുണ്ട്. ഇനി രാഷ്ട്രീയ സ്വാധീനത്തിന് വേണ്ടി തന്നെ പ്രവാസി അസോസിയേഷൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി ഇവിടെ രൂപീകരിക്കപ്പെട്ടിരുന്നു. 2021 മറ്റോ ആണ്. കേരള പ്രവാസി അസോസിയേഷൻ മറ്റാണ് അതിൻ്റെ പേര്. അപ്പോൾ അവർ ഒരു 36 അംഗ കൗൺസിലൊക്കെ ഉണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള രജിസ്ട്രേഷൻ അവർക്ക് ലഭിച്ചു. ഇപ്പോൾ രാഷ്ട്രീയ സ്വാധീനം പ്രവാസികൾക്ക് ഉണ്ടാകുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവാസി അസോസിയേഷൻ എന്നുള്ള പേരിൽ ഇവിടെ രൂപീകരിച്ചത്. അതിനുശേഷം അവർ സെൽഫ് റിലയൻറ്റ് കേരള, സെൽഫ് സഫിഷ്യൻറ്റ് കേരള എന്നുള്ളൊരു മുദ്രാവാക്യമാണ് അവർക്കുള്ളത്. അപ്പോൾ അവർ പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി, 10 വർഷത്തേക്കുള്ളൊരു പ്ലാന്. ആ പ്ലാനിലെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 36ഓളം വൈദഗ്ധ്യമുള്ള മേഖലകൾ, അതായത് പ്രവാസികൾക്ക് ഏകദേശം എല്ലാ മേഖലകളിലും കുറേ വൈദഗ്ധ്യം ഉണ്ടാവില്ല. അവർ പല മേഖലകളിൽ വിദേശത്ത് രാജ്യം ചെയ്യുന്നതാണ്. നല്ല ടെക്നോളജി ഉപയോഗിച്ചവരായിരിക്കാം, നല്ല കാര്യങ്ങൾ കണ്ടവരായിരിക്കാം, നന്നായിട്ട് എങ്ങനെ റോഡ് പണിയുണ്ട്, നന്നായിട്ടൊരു ബിൽഡിംഗ് പണിയുണ്ട്, അങ്ങനെ ഭക്ഷ്യസുരക്ഷ എങ്ങനെ നടപ്പാക്കും, മാലിന്യം എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം,
എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അല്ല അതിലവർ ജോലി ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ 36ഓളം വൈദഗ്ധ്യമുള്ള മേഖലകൾ ഈ പറഞ്ഞ ഈ അസോസിയേഷൻ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അവരെ ആ വൈദഗ്ധ്യങ്ങൾ ഇവരെ ഉപയോഗിച്ചിട്ടാണ് സെൽഫ് റിലയൻസ് സെൽഫ് സഫിഷ്യൻ്റ് കേരള ഉണ്ടാക്കുക എന്നുള്ള ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയത്. അതുപോലെ അവർ ഇവിടെ ഫെയർ നടത്തുക, അതുപോലെ അവർ ഇവിടെ എന്തെങ്കിലും റീപാട്രിയേഷൻ, അതായത് റീഹാബിലിറ്റേഷൻ എന്ന് പറയും, തിരിച്ചു വരുന്നവർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി അവരൊരു ടെക്സ്റ്റൈൽ കമ്പനി വരെ അവർ തുടങ്ങിയിരുന്നു. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, startup.com എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികൾ. അപ്പോൾ രാഷ്ട്രീയമായിട്ട് സ്വാധീനം പ്രവാസികൾക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിധത്തിലുണ്ട്. പക്ഷേ ഒരു സംഘടിതമായിട്ട് അല്ല ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട്, അപ്പോൾ അതിൻ്റെ പാർട്ടി വരെ പ്രവാസികൾ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്, അവർ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ എത്ര ആക്റ്റീവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രവാസികൾക്ക് കേരളത്തിൻ്റെ വളർച്ചയിൽ ഒരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ടോ? പ്രവാസികൾ കേരളത്തിലെ ഒരു സമ്പദ് വ്യവസ്ഥയുടെ, സ്റ്റേറ്റിൻ്റെ GDP-യുടെ 30% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിൻ്റെ വളർച്ചയിൽ ഭാഗവാക്കാകാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കാണുന്നത് പ്രവാസികൾ എപ്പോഴും അവരുടെ അവിടുത്തെ സമ്പാദ്യം വെച്ചിട്ട് ആദ്യം ഇവിടെ ഒരു വീട് പണിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പോൾ ആ വീട് എന്ന് പറയുന്നത് എനിക്ക് കുറേ പണമുണ്ടായി, ഞാൻ വിജയിച്ചു, സക്സസ്ഫുള്ളായി എന്ന് നാട്ടുകാരെയൊക്കെ അറിയിക്കുന്ന ആ ഒരു മെസ്സേജ് നൽകുന്ന വിധത്തിലുള്ള വലിയ വീട്, അവർ 2 പേര് താമസിക്കാനുള്ളെങ്കിലും 6 പേർക്ക് താമസിക്കാനുള്ള ഒരു സൗകര്യത്തിലുള്ള വലിയ വീട് പണിയുക, അത് നാട്ടുകാരൊക്കെ കാണത്തക്ക വിധത്തിൽ പണിയുക എന്നുള്ള ഈ കോൺസ്പീക്കസ് കൺസംഷൻ എന്നൊക്കെയാണ് സാധാരണതയിൽ പറയുക. അപ്പോൾ അങ്ങനെ ഒരു വീട് പണി നടത്തി. ഈ വീട് പണിത ശേഷം ഇവരെന്താണ് ചെയ്യുന്നത്? അത് പൂട്ടിയിട്ട് അവർ പോകും. അപ്പം ഈ വീട് പണിതിട്ട് ഉപയോഗിക്കാത്ത അങ്ങനെ വീട് പണിയുന്നത് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു നല്ല കാര്യമാണോ? അതുകൊണ്ട് എന്ത് വളർച്ചയാണ് കേരളത്തിലുണ്ടാകുന്നത്? കുറച്ച് കോൺട്രാക്ടർമാർക്ക് ഉണ്ടായി, കുറേ കോറിക്കാർക്ക് പൈസ ഉണ്ടായി, സിമെൻറ്റ് വിൽക്കുന്നവർക്ക്, അതുപോലെ ടൈൽസിൻ്റെ ഏജൻസി, അങ്ങനത്തെ കുറേ ഇങ്ങനെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് അപ്ലയൻസ് വിൽക്കുന്ന അങ്ങനത്തെ കുറേ കൺസംഷൻ ഐറ്റംസ്, കൺസ്യൂമർ ഐറ്റംസ് വിൽക്കുന്ന കച്ചവടക്കാർക്ക് ഗുണമുണ്ടായി. അത് പലതും ഉണ്ടാകുന്ന കേരളത്തിലല്ലല്ലോ, അതിൻ്റെ മാനുഫാക്ചറിങ് പലതും ഇവിടെ എന്തെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് എന്ത് ഗുണമുണ്ടായി ഇവർ ഈ വീട് വെച്ചതുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമുണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, പല പ്രവാസികളും അവരുടെ അച്ഛനും അമ്മയും ഇവിടെ തനിച്ചാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ പല പ്രദേശങ്ങളിലും ഇപ്പം ഈ വീടൊക്കെ അച്ഛനും അമ്മയും തനിച്ച് താമസിക്കുകയാണ്. അപ്പോൾ ഈ തനിച്ച് താമസിക്കുന്ന അച്ഛനും അമ്മയും പ്രവാസികൾക്ക് അവർക്ക് അവിടെ ജോലിയുണ്ട്, ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ അച്ഛനും അമ്മയും എന്താണേലും വളരെ സന്തോഷത്തിലായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അവർ കേരളത്തിൻ്റെ പൗരന്മാരാണ്. അപ്പോൾ സന്തോഷമില്ലാത്ത, ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഈ ഇവിടുത്തെ പൗരന്മാർ അവർ കേരളത്തിനൊരു വളർച്ചയുടെ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആൾക്കാരല്ല നമുക്ക് വേണ്ടത്. നല്ല നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാപ്പിനെസ് ഇൻഡെക്സ്, ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് പ്രവാസികൾ നമ്മുടെ വളർച്ചയ്ക്ക് സഹായകരമായോ? തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ ഇപ്പം മറ്റ് രാജ്യങ്ങളിലൊക്കെ വൃദ്ധസദനങ്ങൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ ആക്കുന്നു, അവർക്ക് അതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പോഴും ആയിട്ടില്ല. എന്നാൽ വൃദ്ധസദനങ്ങൾ പോലും അത്ര ഒരു ഹാപ്പി പ്ലേസസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയില്ല. ഇനി ലോകം ഇന്ന് കാണുന്ന വികസനം എന്ന് പറയുന്നത് സുസ്ഥിര വികസനമാണ്. അത് നമ്മുടെ ഐക്യരാഷ്ട്രസഭയും പറയുന്നുണ്ട്, SDG ഗോൾസ് എന്ന് പറയും, 17 ഗോൾസ് ഉണ്ട്. അപ്പോൾ ഈ സുസ്ഥിര വികസനത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വളർച്ചയിൽ പ്രവാസികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മപുരത്ത് ഇന്നും തീ പിടിക്കത്തില്ല. ഇത്രയധികം മാലിന്യ കൂമ്പാരങ്ങളുള്ള ഒരു പ്രദേശമായിട്ട് കേരളം മാറുമോ? എത്രയധികം വൈദഗ്ധ്യമുള്ളവർ പ്രവാസികളിലുണ്ട്. സ്വിറ്റ്സർലൻഡിൽ പോയി ജോലി ചെയ്തവർ, അമേരിക്കയിൽ പോയി ജോലി ചെയ്തു, ഓസ്ട്രേലിയയിൽ, ന്യൂസിലൻഡിൽ അല്ലെങ്കിൽ സ്വീഡനിൽ, ഇവർക്കൊക്കെ അവിടെ ഇങ്ങനെ മാലിന്യ കൂമ്പാരങ്ങളുണ്ടോ? ഇല്ലല്ലോ, അവർക്ക് വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഈ സുസ്ഥിര വികസനത്തിന് പ്രവാസികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രഹ്മപുരം പോലത്തെ മാലിന്യ കൂമ്പാരം ഇവിടെ ഉണ്ടാവില്ല. 2, നമ്മുടെ നദികളിലെ വെള്ളം എവിടെയെങ്കിലും ഒരു കുളിക്കാൻ ഇറങ്ങാൻ കൊള്ളാവുന്ന, നമ്മുടെ കനാലിലാണെങ്കിലും നദികളിലാണുള്ള വെള്ളം വേനൽക്കാലത്ത് കുളിക്കാൻ ഇറങ്ങാൻ കൊള്ളാവോ? മലിനമായി കിടക്കുകയല്ലേ. അതേസമയം പുറത്തുള്ള സ്വിറ്റ്സർലൻഡിലാണേലും ജർമ്മനിയിലാണേലും അമേരിക്കയിലാണെങ്കിലും അവിടുത്തെ പുഴകളിൽ ഇങ്ങനെയാണ് അവിടുത്തെ വെള്ളമുള്ളത്. അവർക്ക് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ തെരുവ് നായ്ക്കൾ, അമേരിക്കയിലും സ്വിറ്റ്സർലൻഡിലും തെരുവ് നായുണ്ടോ? കൊതുകുണ്ടോ? ഇതുപോലെ അങ്ങനെ നമ്മൾ പല കാര്യങ്ങളും, അതുപോലെ വിഷമില്ലാത്ത ഭക്ഷണം, അങ്ങനെ നമ്മുടെ സുസ്ഥിര വികസനത്തിൻ്റെ മാനദണ്ഡങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അതാണല്ലോ
ഇന്ന് ലോകം അംഗീകരിക്കുന്ന, ഐക്യരാഷ്ട്രം അംഗീകരിക്കുന്ന വികസനത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് വികസനത്തിൻ്റെ ടാർഗറ്റും ഒക്കെ സുസ്ഥിര വികസന ഗോൾസിലാണുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വൈദഗ്ധ്യമുള്ള നല്ല കാര്യങ്ങൾ, അതായത് ബെസ്റ്റ് പ്രാക്ടീസസ് കണ്ട പ്രവാസികൾ നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രവാസി മലയാളികൾ നാടിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്? പ്രവാസി മലയാളികൾ നാടിന് വേണ്ടി ചെയ്യുന്നത്, ഒന്ന്, അവർ ഇവിടുന്ന് നമ്മളുടെ സിനിമാ താരങ്ങളെ അവരുടെ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി അവിടെ എന്തെങ്കിലും സിനിമാ താരങ്ങളുടെ കഴിവുകളും സ്കില്ലും ടാലൻസും പ്രകടിപ്പിക്കാനുള്ള ഒരു ചടങ്ങുകൾ സംഘടിപ്പിക്കും. ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന ഡാൻസ് പ്രോഗ്രാം, പാട്ട് പ്രോഗ്രാം, അല്ലെങ്കിൽ അങ്ങനത്തെ സ്കിറ്റുകൾ അങ്ങനെയൊക്കെ നടത്തുകയാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ സിനിമാ താരങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷനായിട്ടോ അല്ലെങ്കിൽ ഒരു അംഗീകാരമായിട്ടോ ഒക്കെ കണക്കാക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെയൊക്കെ ഇടയ്ക്ക് വിളിച്ചിട്ട് അവർക്ക് അവാർഡ് നൽകും. അപ്പോൾ അവർക്കുള്ള ട്രാവലിൻ്റെ ചിലവൊക്കെ വഹിക്കുകയും അവിടെ പോയി അവാർഡൊക്കെ നൽകുന്നു. അതൊരു നല്ല കാര്യമാണ്. അതുപോലെ നമ്മുടെ സാംസ്കാരിക നായകരെയൊക്കെ ഈ പ്രവാസികൾ വിളിച്ച് അവരുടെ മീറ്റിങ്ങുകൾക്ക് മുഖ്യാതിഥിയാക്കുകയും അങ്ങനെ അവർക്കും അതൊരു അംഗീകാരമായിട്ട് കണക്കാക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, നമ്മുടെ ഇവിടുത്തെ ചില രാഷ്ട്രീയ നേതാക്കളെ പ്രവാസികൾ വിളിച്ച് ചടങ്ങുകളിൽ പങ്കെടുപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ നയങ്ങളും പരിപാടികളുമൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അതുപോലെ വേണേൽ പ്രവാസികൾക്ക് അവർക്ക് ഇങ്ങോട്ട് പറയാനുള്ളൊരു വേദി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പ്രവാസി മലയാളി അസോസിയേഷനുകൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിനിമാക്കാരെയൊക്കെ അവർ കൊണ്ടുപോകുന്നുണ്ട്, മാധ്യമപ്രവർത്തകർക്ക് അവാർഡ് അവിടെ വിളിച്ച് കൊടുക്കുന്നുണ്ട്, സാംസ്കാരിക നായകരെ വിളിച്ച് ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, അതുപോലെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വിളിച്ച് ചടങ്ങുകൾ മുഖ്യാതിഥിയായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പിന്നെ മലയാളി അസോസിയേഷൻ ഓണാഘോഷം എന്നും പറഞ്ഞിട്ട് എല്ലാ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോഴൊക്കെയാണ് ഈ ചടങ്ങുകളിലൊക്കെ വിളിച്ച് അങ്ങനെ അവരുടെ ഒരു കൂട്ടായ്മയിൽ അവർ പോകുന്നു. പിന്നെ അതിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം സഹായിക്കുക, അങ്ങനെ ഉള്ള സഹായങ്ങൾ അവർക്ക് കിട്ടും. പിന്നെ ഒരു ഐഡൻറ്റിറ്റി കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തുക, സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ലാംഗ്വേജിൻ്റെ മലയാളം എന്നുള്ള ലാംഗ്വേജ് അവർ ആ സമയത്ത് സംസാരിക്കുന്ന ആ ഭാഷയായിരിക്കുമല്ലോ ഒത്തുകൂടുമ്പോഴത്തേക്കും. ചിലപ്പോൾ നമ്മുടെ വസ്ത്രധാരണ രീതി അതും അവർ കാത്തു സൂക്ഷിക്കുന്നു. നമ്മളുടെ സാംസ്കാരിക മൂല്യങ്ങൾ വീണ്ടും അടുത്ത തലമുറയ്ക്ക് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അതിൻ്റെ പാട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അങ്ങനെ മലയാളി അസോസിയേഷനുകൾ, പ്രവാസി മലയാളി അസോസിയേഷനുകൾ ഇങ്ങനെ പല കാര്യങ്ങൾ നാടിന് വേണ്ടി, നമ്മുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടി, ഭാഷ മറ്റ് അടുത്ത ജനറേഷനിലേക്ക് നിലനിർത്താൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. നോർക്കയുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്? നോർക്ക സേവനങ്ങൾ പലത് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അവർ ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻറ്റർ, ഏത് പ്രവാസിക്കും വിളിച്ച് അവരുടെ കാര്യം പറയാനുള്ളത്. പിന്നെ അവർ ഈ ITIയുമായിട്ട് ബന്ധപ്പെട്ട് സ്കിൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. 11ഓളം കോഴ്സുകൾ അവർ നടത്തുന്നുണ്ട്. പിന്നെ അവർക്ക് ഒരു ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അതായത് പ്രവാസികൾ ആരെങ്കിലും തിരിച്ച് വരാൻ പ്ലാനുണ്ട്, അല്ലെങ്കിൽ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മാർക്കറ്റ് ഇൻ്റലിജൻസ് സെൻ്ററുണ്ട്. അപ്പോൾ അവർക്ക് വിദഗ്ധരുടെ ഒരു സേവനം കിട്ടും. ഇവിടെ എന്ത് ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവർക്കുണ്ട്. ബിസിനസ് ഫെസിലിറ്റേഷൻ സെൻ്റർ എന്ന് പറയും, മാർക്കറ്റ് ഇൻ്റലിജൻസ് സെൻ്ററുണ്ട്. അടുത്തത്, അവർക്ക് എന്തെങ്കിലും തുടങ്ങണമെങ്കിൽ അവർ 5 നാഷണലൈസ്ഡ് ബാങ്കുമായിട്ട് MOU ധാരണാപത്രം ഈ നോർക്ക സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്കുകളിൽ നിന്ന് ലോണൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നോർക്ക ചെയ്യുന്നുണ്ട്. പിന്നെ എമർജൻസി റീപാട്രിയേഷൻ, അതായത് അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി നടത്തുന്നുണ്ട് നഴ്സുമാർക്കും ഈ ഡൊമസ്റ്റിക് വർക്കേഴ്സിനും വേണ്ടി. അപ്പോൾ തട്ടിപ്പിൽപ്പെടാതെ അവിടെ റിക്രൂട്ട്മെൻറ്റ് നടത്താനുള്ള ഒരു ഏജൻസിയാണ് ഈ നോർക്ക. അപ്പോൾ അങ്ങനെ ഒരു പ്രവാസികൾക്ക്, കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് ആവശ്യമുള്ള അങ്ങോട്ട് പോകാനുള്ള അറ്റസ്റ്റേഷൻ തുടങ്ങി, പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള അതുപോലെ പരിശീലനം, സ്കിൽ ട്രെയിനിങ് നടത്തുന്നത്. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുള്ളതും പ്രോജക്റ്റുകൾ തുടങ്ങാനും എന്ത് തുടങ്ങണമെന്നുള്ള ഗൈഡൻസ് കൊടുക്കാനും ഒക്കെ ഉള്ള എല്ലാവിധ കാര്യങ്ങളും നോർക്ക ചെയ്യുന്നുണ്ട്. നോർക്കയ്ക്ക് ബഡ്ജറ്റും ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിൽ കേരള മലയാളി പ്രവാസികൾ പങ്കാളികളാകുന്നുണ്ടോ? മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നയമാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ
കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അത് പങ്കാളികളാകണമല്ലോ. അത് ആ പങ്കാളികളാകാൻ ഏറ്റവും അനുയോജ്യർ എന്ന് പറയുന്ന പ്രവാസികളാണ്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ കുറേയധികം വൈദഗ്ധ്യമുള്ളവരാണ് പലവിധ കാര്യങ്ങളിൽ. അപ്പം കുറേയധികം ഐഡിയാസ് അവർക്കുണ്ടാവും, ബിസിനസ് ഐഡിയാസ് ഉണ്ടാകാം. രണ്ട്, അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കുറേ പേർ ഒത്തുകൂടി കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഫണ്ട് സ്വരൂപിക്കാനും അവർക്ക് എളുപ്പമുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരു കടമെടുക്കണേ പോലും 1%, 2%-ത്തിനൊക്കെ അവിടുന്ന് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ പറ്റും. നമ്മുടെ ഇവിടെയാണല്ലോ ഒരു കടമെടുക്കുമ്പോൾ 10%, 12%-ഒക്കെ പലിശ എന്ന് പറയുന്നത്. അവിടെ 1%, 2%-ത്തിന് കിട്ടും. അപ്പോൾ ഫണ്ട് സ്വരൂപിക്കാൻ പ്രവാസികൾക്ക് എളുപ്പമുണ്ട്. പിന്നെ വൈദഗ്ധ്യമുണ്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പരിപാടിയിൽ കേരളത്തിൽ മാനുഫാക്ചറിങ് മേക്ക് ചെയ്യുക, ആ മേക്ക് ചെയ്യാൻ വേണ്ടി പ്രവാസികൾ തീർച്ചയായിട്ടും കൂടുതൽ മുന്നോട്ട് വരണം. കുറച്ച് പേര് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പല സ്റ്റാർട്ടപ്പുകൾ ഇവിടെ കേരളത്തിൽ തുടങ്ങുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ലോകത്തിൽ 3-ാമതാണ്. അപ്പോൾ കേരളവും ആ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലേക്ക് കൂടുതൽ വരേണ്ടതുണ്ട്. പ്രവാസികൾക്കാണ് അതിൽ ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ കുറച്ച് തുടങ്ങി വരുന്നുണ്ട് ഈ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള നയത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും. ഒരുപാട് നന്ദിയുണ്ട് സർ. നമുക്ക് ഇന്ന് പ്രവാസികാര്യ വകുപ്പിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിന് വരെ നന്ദി, നമസ്കാരം.